യാത്രാ ദുരിതത്തിൽ വലഞ്ഞ് കോഴിക്കോട് പന്നിയങ്ങര ഒടുനിലംപറമ്പ് തോട് നിവാസികൾ 20ഓളം കുടുംബങ്ങളാണ് പ്രദേശത്ത് വഴി സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. റോഡിന്റെ പ്രവർത്തികൾക്കായി തുക മാറ്റിവെച്ചിട്ടും ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളാണ് റോഡിന് വിലങ്ങുതടിയാവുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. തോടിനരികിലൂടെയുള്ള നടവഴിയാണ് മാനാരി ഭഗവതി ഒടുനിലംപറമ്പ് തോട് നിവാസികളുടെ ഏക യാത്രാമാർഗം. മോളെ ഈ വഴി കാരണം എന്തോ ഒരു പാടാണ് അറിയാൻ കൊണ്ടുപോകുന്നത്. എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് മൂപ്പര് വലിയ ഇതിൽ കടത്തിയിട്ട് 8 ആൾ 6 ആൾ വേണം വാങ്ങിപ്പിടിച്ച് കൊണ്ടാണെങ്കിൽ നമുക്കൊരു വഴിയില്ല. 2018 മാനാരി മാളുവമ്മ ജംഗ്ഷനിൽ കലുങ്ക് നിർമ്മിക്കാനും തോടിന്റെ വശങ്ങൾ കെട്ടി സ്ലാബിടാനുമായി ഫണ്ട് അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്ന് 35 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. 2020 6 ലക്ഷം രൂപ വിനിയോഗിച്ച കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനവും നടത്തി. എന്നാൽ റോഡിന് മുകളിൽ സ്ലാബിടൽ മാത്രം നീണ്ടു. എൻ്റെ ചേച്ചീനെ സുഖമില്ലാണ്ടായിട്ട് ഇങ്ങനെ കാലും തലയും പിടിച്ചുകൊണ്ടൊക്കെയാണ് പോയത്. റോഡിലേക്ക് എത്താൻ പറ്റുന്നത് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഈ വഴി ശരിയായി കിട്ടുകയാണെങ്കിൽ ഒരു ഓട്ടോ വരും, ഇല്ല ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ആംബുലൻസ് കണ്ടില്ലേ, കിടപ്പ് രോഗിയെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് ഇത് എന്നോ ഇത് ശരിയാവേണ്ടതാണ്. തോടിന് മുകളിലൂടെ സ്ലാബ് സ്ഥാപിച്ചാൽ പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും, വാഹന സൗകര്യവും ലഭിക്കും. ഇന്നും 3 അടി പോലും വീതിയില്ലാത്ത വഴിയിലൂടെയാണ് ഇവരുടെ ദുരിതയാത്ര. അസുഖം ബാധിച്ചവരെ റോഡിലെത്തിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല, വീട് കാണാനും ഒരാൾ വരാൻ കഴിയുന്നില്ല, ഒന്നിനും ഒരാൾക്ക് സുഖമില്ലാണ്ട് കൊണ്ടുപോകാനൊന്നും പറ്റണില്ല, ഒരു വണ്ടി അറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. എന്താ ഈ ഭാഗത്ത് എല്ലാ വീടും അവിടെ വണ്ടി വെച്ചിട്ടാണ് എല്ലാവരും നടന്നു വരുന്നത്. സ്ലാബ് ഇടാത്തതിനാൽ തോട് മാലിന്യം കൂമ്പാരമായി മാറി. വെള്ളം കുറയുന്ന സമയത്ത് പ്രദേശത്ത് മുഴുവൻ ദുർഗന്ധം നിറയും. പ്രദേശത്ത് കൊതുക് ശല്യം കൂടുതലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. സ്ലാബിടിൽ പ്രവൃത്തി ആരംഭിക്കാൻ പലതവണ കരാറുകാരൻ എത്തിയെങ്കിലും ചിലരുടെ അനാവശ്യ ഇടപെടൽ കാരണം മുങ്ങിപ്പോയതായി വാർഡ് കൗൺസിലർ ആരോപിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പണി തുടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ 1-2 CPM പ്രവർത്തകർ തന്നെയാണ് ഇത് വന്ന് മുടക്കിയത്. അപ്പോൾ കരാറുകാരനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക കാരണം കരാറുകാരന് പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതിലാണ് അങ്ങനെ നിന്ന് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇത് അറിയിച്ചുകൊണ്ട് ഞാൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് ഒരു കത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ അദാലത്തിൽ പങ്കെടുത്തു. അതോടുകൂടി PM റിയാസിനെ അത് കൊടുത്തു, മന്ത്രിക്ക് കൊടുത്തു. അതിന് ഒരു മറുപടി വരികയെന്നല്ലാണ്ട് ഒന്നും ഇത് മുന്നോട്ട് പോകുന്നില്ല. വിഷയത്തിൽ കളക്ടർക്കും മേയർക്കും ഉൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടും തുടർ നടപടികൾ മാത്രം ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. മാർച്ചിന് മുമ്പ് സ്ലാബിടൽ നടന്നില്ലെങ്കിൽ അനുവദിക്കപ്പെട്ട തുകയും റദ്ദാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മാന്യമായി വഴി നടക്കുക എന്നത് ഏതൊരാളുടെയും അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഇവിടത്തുകാർ നിരന്തരം മുറവിളി കൂട്ടുന്നതും. കോഴിക്കോട്ട് നിന്നും ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം രമ്യാദാസ്, ന്യൂസ് മലയാളം.